ശ്രീ പിണറായി വിജയൻ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണകളുമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് മുഴുവൻ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നുണകളാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഓഫീസ് കള്ളക്കടത്തുകാരുടെയും കള്ളപ്പണം വെളുപ്പിക്കലുകാരുടെയും താവളമാണ് എന്ന് സംശയലേശമന്യേ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഒരു നിമിഷം പോലും, നിങ്ങളൊരു പക്ഷേ 3 മാസവും കൂടി ഇരുന്നേക്കാം, പക്ഷേ ഒരു നിമിഷം പോലും പോട്ടെ, ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് ആ കസേരയിൽ ഇനി ഇരിക്കാനുള്ള യോഗ്യതയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? ഇതൊരു മൈതാന പ്രസംഗമല്ല. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടുള്ള പി രാധാകൃഷ്ണൻ, അദ്ദേഹം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ താങ്കളുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ്റെ കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട് നൽകിയ 7 പേജുള്ള സത്യവാങ്മൂലത്തിൻ്റെ ഉള്ളടക്കം വായിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രതികരണമാണ്. ആ ഉള്ളടക്കത്തിൽ നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയുന്ന കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നിങ്ങളുടെ ഓഫീസ് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ താവളമായിരുന്നുവെന്നും നിങ്ങളുടെ ഓഫീസ് കള്ളപ്പണം വെളുപ്പിക്കലുകാരുടെ താവളമായിരുന്നുവെന്നും. ഇനി ശ്രീ പിണറായി വിജയൻ ഒരൊറ്റ കാര്യവും കൂടിയേ തീരുമാനിക്കാനുള്ളൂ. അത് നിങ്ങൾക്കുള്ള ബന്ധമാണ്. ആ ബന്ധവും വഴിയെ അധികം താമസിയാതെ തീരുമാനിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ശ്രീ വിജയൻ. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, 7 പേജുള്ള സത്യവാങ്മൂലത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതിൽ 4ാമത്തെ ഖണ്ഡികയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. എന്താണ് 4ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്? വാട്സപ്പ് ചാറ്റ് ബിറ്റ്വീൻ ശിവശങ്കർ ആൻഡ് A2 റിവീൽഡ് that she has requested Shivashankar to intervene with the terminal manager of airport authority for some work without examination by the customs. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ സത്യവാങ്മൂലം തുടങ്ങുന്നത്. അതായത് ശിവശങ്കറിനോട് സ്വപ്ന ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ കള്ളക്കടത്ത് നടത്തുന്നതിന് അനുകൂലമായി ഇടപെടണം എന്ന് പറഞ്ഞു എന്ന് വാട്സാപ്പ് മെസ്സേജിൽ കൂടി ബോധ്യമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ശിവശങ്കർ അതിൻ്റെ ആദ്യ വാചകം തന്നെ വളരെ അർത്ഥഗർഭമാണ്. അവർ പറയുന്നത്, ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ദസ് ഫാർ ഇറ്റ് വാസ് റിവീൽഡ് ദറ്റ് ശിവശങ്കർ വാസ് ഇൻവോൾവ്ഡ് ഇൻ ദ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് ഒഫൻസ്. ഷെഡ്യൂൾഡ് ഒഫൻസിൽ ശിവശങ്കർ ഉൾപ്പെട്ടു എന്നുള്ളത് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു എന്നും ഈ 4ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു. 5ാമത്തെ ഖണ്ഡികയിൽ പറയുന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബാങ്ക് ലോക്കർ തുറന്നതും അതുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. പി വേണുഗോപാൽ എന്ന് പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആണിത് തുറന്നത്. അത് തുറന്നത് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതിനകത്ത് കൃത്യമായി പറയുന്നു, ശിവശങ്കർ വാണ്ടഡ് ഹിം ടു മാനേജ് ദ ഫിനാൻസസ് ഓഫ് A2, അതായത് സ്വപ്നയുടെ ഫിനാൻസസ്, സാമ്പത്തികം കൈകാര്യം ചെയ്യണമെന്ന് ശിവശങ്കർ ആവശ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വേണുഗോപാൽ ഹാസ് സബ്മിറ്റഡ് ദാറ്റ് വാട്സാപ്പ് മെസ്സേജസ്. അതുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഫർദർ ഡ്യൂറിംഗ് ദ സെർച്ച് കണ്ടക്റ്റഡ് ബൈ NIA an amount of 64 lakhs was seized from his locker and rupees 36 lakhs was seized from another locker in Federal Bank Statue Branch, എറണാകുളം. അതായത് NIA-യുടെ അന്വേഷണത്തിൽ ഏതാണ്ട് 90 ലക്ഷത്തോളം രൂപ ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. എന്നിട്ട് ഇവരെന്താണ് പറയുന്നത്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത്, ഇത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമമുണ്ട് 2002 അതുപ്രകാരം പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. The proceeds of crime was generated by A2 with the active support of ശിവശങ്കർ. ശിവശങ്കറിൻ്റെ സജീവമായിട്ടുള്ള സഹായത്തോടു കൂടിയാണ് സ്വപ്ന സുരേഷ് ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റ് ചെയ്തത്. എന്നിട്ട് പറയുന്നു, ശിവശങ്കറിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം തീർത്തും നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ്. ഹി വാസ് ഇവേസീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് എന്നുള്ള നിലയിലാണ് പറയുന്നത്. അടുത്ത 6ാമത്തെ ഖണ്ഡികയിൽ കുറച്ചും കൂടി ശക്തമായി പറയുന്നു. അതിനകത്ത് പറയുന്നതാണ്, ശിവശങ്കർ വാസ് ഓവർസീയിങ് ആൻഡ് മാനേജിങ് ദ ഫിനാൻസസ് ഓഫ് സ്വപ്ന സുരേഷ് ഇൻ ജോയിൻ്റ് അക്കൗണ്ട് വിത്ത് ദ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹു വാസ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് ടു. അതായത് സ്വപ്ന സുരേഷിൻ്റെ സാമ്പത്തികം നിയന്ത്രിച്ചിരുന്നതും അത് കൈകാര്യം ചെയ്തിരുന്നതും ഓവർസീ ചെയ്തിരുന്നതും ശിവശങ്കറാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ശിവശങ്കർ ഹാസ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദ ഫിനാൻസസ് ഓഫ് A2. അതാണ്, അവരുടെ ഫിനാൻസസിൽ ശിവശങ്കറിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി 7ാമത്തെ ഖണ്ഡികയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ്? ശിവശങ്കർ അക്സെപ്റ്റഡ് ടു ഹാവ് സ്പോക്കൺ ടു എ സീനിയർ കസ്റ്റംസ് ഓഫീസർ ആൻഡ് മെയ്ഡ് ദ റിക്വസ്റ്റ് ആസ് പെർ ദ വിഷസ് ഓഫ് സ്വപ്ന സുരേഷ്. നമ്മൾ ഓർക്കണം, ശിവശങ്കർ കസ്റ്റംസിനെ വിളിച്ചോ ഇല്ലയോ എന്നുള്ള സംബന്ധിച്ച് വിവാദം വന്നപ്പോൾ അങ്ങനെ വിളിച്ചതേയില്ല
എന്ന് കസ്റ്റംസിലെ തന്നെ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പുറത്തു വന്നിരുന്നു, നമ്മൾ ഓർക്കണം. പക്ഷേ ഇന്നിതാ 7-ാം ഖണ്ഡികയിൽ ഇ ഡി പറയുന്നു ശിവശങ്കർ അത് അംഗീകരിച്ചു. ശിവശങ്കർ അക്സെപ്റ്റഡ് ടു ഹാവ് സ്പോക്കൺ ടു എ സീനിയർ കസ്റ്റംസ് ഓഫീസർ. സീനിയർ കസ്റ്റംസ് ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ശിവശങ്കർ വിളിച്ചിരുന്നു. This clearly shows his active involvement and knowledge about the offences committed by സ്വപ്ന സുരേഷ്. ഇത് തെളിയിക്കുന്നത് ശിവശങ്കർ ഇടപെട്ടു എന്ന് മാത്രമല്ല, ശിവശങ്കറിന് സ്വപ്ന ചെയ്ത കുറ്റത്തെക്കുറിച്ച് എല്ലാ അറിവും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. In fact, Shivashankar has spoken and sent messages to some officer in 2019 for the clearance of some diplomatic baggage. അതായത് ഏപ്രിൽ 2019 ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെയുള്ള സ്വർണ്ണക്കള്ളക്കടത്തുമായി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ വിളിച്ചിരിക്കുന്നു. ദിസ് വാസ് ഡൺ ഓൺ ദ ഡെസ്പറേറ്റ് റിക്വസ്റ്റ് മെയ്ഡ് ബൈ A2 to him. അതായത് സ്വപ്ന സുരേഷ് നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടതിനെക്കുറിച്ചിട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ടിന്യൂ ടു ബി ഇവേസീവ് ആൻഡ് നോൺ കോപ്പറേറ്റീവ് ഡ്യൂറിങ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ടു ദ ED. ഇതാണ് അവർ 8-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത്. ഇനി 12-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു വിഷയമുണ്ട്. അതിനകത്ത് പറയുന്നത് എന്താണ്? ദ വാട്സാപ്പ് ചാറ്റ്സ് ബിറ്റ്വീൻ A2 ആൻഡ് A5. A2 ആൻഡ് A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A5 ശിവശങ്കറാണ്, A2 സ്വപ്ന സുരേഷാണ്. എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ സീസ്ഡ് മൊബൈൽ ഹാൻഡ്സെറ്റ്സ്, അതായത് പിടിച്ചെടുത്തിട്ടുള്ള മൊബൈൽ ഹാൻഡ്സെറ്റിൽ നിന്ന് മനസ്സിലാക്കിയ വാട്സപ്പ് മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം എന്താണ്? ദാറ്റ് A5 എന്ന് പറഞ്ഞ ശിവശങ്കർ വാസ് ഷെയറിംഗ് കോൺഫിഡൻഷ്യൽ ഗവൺമെൻറ്റൽ ഇൻഫർമേഷൻ പെർറ്റെയിനിങ് ടു ലൈഫ് മിഷൻ പ്രോജക്റ്റ് ആൻഡ് K-Phone പ്രോജക്റ്റ് വിത്ത് ദ A2. മനസ്സിലായില്ലേ? അതായത് ശിവശങ്കർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? പ്രധാനപ്പെട്ട സർക്കാർ പ്രോജക്റ്റുകളായിട്ടുള്ള ലൈഫ് മിഷൻ പ്രോജക്റ്റ്, K-Phone പ്രോജക്റ്റ്, അതിൻ്റെ രഹസ്യ വിവരങ്ങൾ ശിവശങ്കർ A2-ന് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വാട്സാപ്പ് ചാറ്റിലൂടെ കണ്ടുപിടിച്ചു. എന്തിനാണ്? ഫോർ ദ പർപ്പസ് ഓഫ് ഷെയറിംഗ് ടു മെസേഴ്സ് യൂണിടാക് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഹു ഹാഡ് ഓൾറെഡി അഡ്മിറ്റഡ് ടു ഹാവ് പെയ്ഡ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് കിക്ക് ബാക്ക് ടു A2 ആൻഡ് അതേഴ്സ്. ഇപ്പോൾ ലൈഫ് മിഷനിലെയും K-Phoneലെയും രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ ശിവശങ്കർ സ്വപ്നയ്ക്ക് കൈകാര്യം ചെയ്തു തരുന്നത് എന്തിനാണ്? യൂണിടാക് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള കൈക്കൂലി കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളവരാണ്. എന്ന് മാത്രമല്ല, ദ വേ A5 വാസ് ഷെയറിംഗ് ദ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ പെർറ്റൈനിങ് ടു ഗവൺമെൻറ് പ്രോജക്ട്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹീ ഈസ് പാർട്ട് ഓഫ് ദ ഷേഡി ഡീൽ. എന്ന് പറഞ്ഞാൽ ഈ ദുരൂഹമായിട്ടുള്ള ഇടപാടിൽ ശിവശങ്കറിന് പങ്കുണ്ട് എന്നാണ് ഈ രഹസ്യമായിട്ടുള്ള വിവരം അദ്ദേഹം സ്വപ്നയ്ക്ക് കൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ED 12-ാം ഖണ്ഡികയിൽ പറഞ്ഞിട്ടുള്ളത്. 13-ാം ഖണ്ഡികയിൽ അവർ പറയുന്നത് എന്താണ്? ശിവശങ്കർ ചീഫ് മിനിസ്റ്ററുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ഈ പ്രധാനപ്പെട്ട സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്, K-Phone പ്രോജക്റ്റ്, ലൈഫ് പ്രോജക്റ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ടുള്ള ഇടപെടൽ ശിവശങ്കറിനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളായിരുന്ന സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ്, K-Phone പ്രോജക്റ്റ്, ലൈഫ് മിഷൻ പ്രോജക്റ്റ്, അതിലെല്ലാത്തിലും ശിവശങ്കറിനുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ടാണ്. എന്നിട്ട് ED പറയുന്നത് എന്താണ്? ദ ഇൻവെസ്റ്റിഗേഷൻ ഡൺ സോ ഫാർ ഹാസ് റിവീൽഡ് ദാറ്റ് A2, അതായത് സ്വപ്ന സുരേഷ്, ഹാസ് ബീൻ അസോസിയേറ്റഡ് ഇൻ സം വേ ഓർ അതർ ഇൻ ഓൾ ദീസ് 3 പ്രോജക്ട്സ് ആൻഡ് ഡോക്യുമെൻ്ററി എവിഡൻസ് ഈസ് ദെയർ in the form of WhatsApp messages exchanged between A5 Shivashankar and A2 Swapna Suresh showing sharing of confidential information about some of these projects with Swapna Suresh. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ, സ്മാർട്ട് സിറ്റി പ്രോജക്റ്റും K-Phone പ്രോജക്റ്റും ലൈഫ് മിഷൻ പ്രോജക്റ്റിലുമൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ സ്വപ്ന സുരേഷ് ഇടപെട്ടിരുന്നുവെന്നും വാട്സാപ്പ് മെസ്സേജസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രോജക്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ ശിവശങ്കരൻ സ്വപ്ന സുരേഷിന് നൽകിയിരുന്നുവെന്നുമാണ് എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ED ഇവിടെ ഉയർത്തുന്നത്. എന്നിട്ട് അവർ പറയുന്നു, ദർ ഇസ് നോ കോയിൻസിഡൻസ് ദാറ്റ് ശിവശങ്കർ നോസ് ഓൾ ദ മെയിൻ അക്യൂസ്ഡ് ഓഫ് ഗോൾഡ് സ്മഗ്ലിംഗ്. അതായത് സരിത്ത്, സ്വപ്ന, സന്ദീപ് നായർ, ഇവർ 3 പേരുമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ. ആ 3 പ്രതികളെയും ശിവശങ്കറിന് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, കോൺസുലേറ്റിലെ ഖാലിദ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുമായിട്ടും ശിവശങ്കറിന് നല്ല പരിചയമുണ്ടായിരുന്നു. ഇതാണ് 13-ാം ഖണ്ഡികയിൽ പറയുന്നത്. 14-ാം ഖണ്ഡികയിൽ പറയുന്നതാണ്, ദ ബാങ്ക് ലോക്കർ ഇൻ SBI ട്രിവാൻഡ്രം വാസ് ഓപ്പൺഡ് ഓൺ ദ ഡയറക്ഷൻസ് ഓഫ് ശിവശങ്കർ. SBIയിലുള്ള ബാങ്ക് ലോക്കർ ഓപ്പൺ ചെയ്തത് ശിവശങ്കറിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് മാത്രമല്ല, സ്വപ്ന ഹാസ് കൺഫേംഡ് ദാറ്റ് ശിവശങ്കർ വാസ് ഫുള്ളി അവെയർ ഓഫ് ദ ഡെപ്പോസിറ്റ്സ് ആൻഡ് വിത്ഡ്രോവൽ ഫ്രം ദ ബാങ്ക് ലോക്കർ.
ബാങ്ക് ലോക്കറിലെ നിക്ഷേപം സംബന്ധിച്ചും ബാങ്ക് ലോക്കറിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ശിവശങ്കറിന് അറിയാമായിരുന്നുവെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 15ാം ഖണ്ഡികയിൽ ED വളരെ കൃത്യമായിട്ടുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെന്താണ് പറയുന്നത്? ഡ്യൂറിങ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സ്വപ്ന she was shown certain WhatsApp messages exchanged between her and Shivashankar, and she was asked to explain the contents. അതായത് അവരെ ചോദ്യം ചെയ്ത സമയത്ത് അവരും ശിവശങ്കറുമായി നടന്നിട്ടുള്ള ചില വാട്സാപ്പ് സന്ദേശങ്ങൾ അവരെ കാണിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ നൽകിയിട്ടുള്ള മറുപടി, ശ്രീ പിണറായി വിജയൻ നിങ്ങളുടെ ഉൾപ്പെടെയുള്ള ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെയും ഈ കള്ളപ്പണം വെളുപ്പിക്കലിലെയും ഇടപെടലിലേക്ക് നീഡിൽ ഓഫ് സസ്പീഷൻ നിങ്ങളിലേക്ക് തന്നെ നീളാൻ കഴിയുന്ന തരത്തിലുള്ള വിശദാംശങ്ങളാണ്. അതെന്താണ്? ഒന്ന്, മിസ്റ്റർ ശിവശങ്കർ ആൻഡ് ഹിസ് ടീം ഇൻ ദ CMO, അതായത് ശിവശങ്കറും അദ്ദേഹത്തിൻ്റെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ടീമും വാസ് ഫുള്ളി അവെയർ ഓഫ് ദ ഗോൾഡ് സ്മഗ്ലിംഗ് ആൻഡ് അതർ ഇലക്ട്രോണിക് ഐറ്റംസ് ഡൺ ത്രൂ ഡിപ്ലോമാറ്റിക് ചാനൽ. അതായത് നയതന്ത്ര ചാനലിൽ കൂടി നടന്ന സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, മറ്റ് ഇലക്ട്രോണിക് ഐറ്റംസും. അത് ആദ്യമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അത് നേരത്തെ പറഞ്ഞിരുന്നില്ല. നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യം മാത്രമാണ്. ഇപ്പോൾ പറയുന്നത് എന്താണ്? സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, മറ്റ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നയതന്ത്ര ചാനലിൽ കൂടി നടന്നതിനെ കുറിച്ചിട്ട് ശിവശങ്കർ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റ് സംഘാംഗങ്ങൾക്കും അറിയാമായിരുന്നുവെന്നാണ് സ്വപ്ന സുരേഷ് EDയോട് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്. രണ്ട്, ശ്രീ ശിവശങ്കർ വാസ് ഓൾസോ അവെയർ ഓഫ് ദ kickback given by Unitac builders to Swapna and her close associates including ഖാലിദ്. അതായത് യൂണിറ്റാക് ബിൽഡേഴ്സ് സ്വപ്നയ്ക്കും അവരുടെ കൂടെയുള്ളവർക്കും കൊടുത്തിട്ടുള്ള കൈക്കൂലിയെക്കുറിച്ച് ശിവശങ്കറിന് അറിയാമായിരുന്നു എന്നാണ്. ശിവശങ്കർ വാസ് ഓൾസോ അവെയർ ഓഫ് ദ kickbacks given by Unitac to Swapna and her associates, out of which amount of 1 crore which was subsequently seized by NIA from the locker belonging to Swapna, which was opened on the directions of Shivashankar, was meant for Shivashankar. ഈ കൊടുത്ത കൈക്കൂലിയിൽ 1 കോടി രൂപ, അതായത് ലോക്കറിൽ നിന്ന് NIA കണ്ടുപിടിച്ച 1 കോടി രൂപ ശിവശങ്കറിനുള്ള കൈക്കൂലിയായിരുന്നു. ഇതാണ് രണ്ടാമത്. 3, ശിവശങ്കർ ഹാസ് ഷെയർഡ് ക്രൂഷ്യൽ ഇൻഫർമേഷൻ വിത്ത് സ്വപ്ന റിലേറ്റിംഗ് ടു K-Phone ആൻഡ് ലൈഫ് മിഷൻ പ്രോജക്ട്സ്. അതായത് K-Phoneും ലൈഫ് മിഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ശിവശങ്കർ സ്വപ്നയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അത് കൈക്കൂലി വലിയ തോതിൽ നടന്നതാവാനുള്ള സാധ്യതയാണ് എന്നാണ് പറഞ്ഞത്. ദർ കുഡ് ബി പോസിബിൾ kickbacks received from certain private parties in these projects, as Shivashankar did make a mention of some of her in her WhatsApp calls. അപ്പം ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വലിയ തോതിൽ കൈക്കൂലി ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ളൊരു സൂചന ഈ വാട്സാപ്പ് മെസ്സേജസിലൂടെ ശിവശങ്കർ സ്വപ്നയ്ക്ക് കൊടുത്തിരുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അടുത്തത് പറയുന്നതാണ്, ശിവശങ്കർ വാസ് ഇൻ ടച്ച് വിത്ത് സന്തോഷ് ഈപ്പൻ ഓഫ് യൂണിറ്റാക് ബിൽഡേഴ്സ് ആൻഡ് വാണ്ടഡ് ഹിം ടു ബി പാർട്ട് ഓഫ് സം കോൺട്രാക്ട്സ് അണ്ടർ K-Phone ആൻഡ് ലൈഫ് മിഷൻ പ്രോജക്ട്സ്. ശിവശങ്കറും സന്തോഷ് ഈപ്പനുമായി ബന്ധത്തിൽ നിൽക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, ഈ K-Phoneും ലൈഫ് മിഷൻ പ്രോജക്റ്റുകളിലും ഒക്കെ തന്നെ യൂണിറ്റാക് ബിൽഡേഴ്സ് പങ്കാളിയാകണമായിരുന്നു എന്ന് ശിവശങ്കറിന് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറയും. അവസാനത്തെ പോയിന്റ് വളരെ നിർണായകമാണ്. Swapna has also disclosed some names of certain persons who are very close to Shivashankar. One of them was involved in Taurus Downtown projects. അതായത് ടെക്നോ പാർക്കിലെ ടോറസ് ഡൗൺടൗൺ പ്രോജക്ട്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആൾ ഉൾപ്പെടെ ചിലരുടെ പേര് കൂടി സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന സുരേഷ് ഹാസ് ഡിസ്ക്ലോസ്ഡ് നെയിംസ് ഓഫ് സർട്ടൺ പേഴ്സൺസ് ഹു ആർ വെരി ക്ലോസ് ടു ശിവശങ്കറുമായിട്ട് അടുത്തിട്ടുള്ള വേറെ ചിലരുടെ പേരും സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അവർ ഈ ടോറസ് ഡൗൺടൗൺ പ്രോജക്റ്റിലും ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളാണ്. ഇത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ED കൊടുത്തിട്ടുള്ള അഫിഡവിറ്റാണ്. അതിൽ വളരെ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ശിവശങ്കറിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സംഘത്തിനും ഇതിനെക്കുറിച്ചിട്ടുള്ള അറിവിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അവർ കസ്റ്റഡി അപേക്ഷ കൊടുത്തിട്ടുള്ളത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പങ്കിലേക്ക് തന്നെ പോവുകയാണ്. ഇത് മുഖ്യമന്ത്രിയിലേക്കാണ് നീഡിൽ ഓഫ് സസ്പീഷൻ തിരിയുന്നത്. അതുകൊണ്ട് ശ്രീ പിണറായി വിജയൻ ഈ ED കൊടുത്തിട്ടുള്ള ഈ തെളിവുകളുടെയും ഈ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ഈ കസേരയിൽ തുടരാനുള്ള അവകാശമില്ല എന്നാണ് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആ കസേരയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യേണ്ടത്.